ഹായ്, നീറ്റ് 2027 ശേഷം ഇനി എന്ത് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ടാവും. എൻ്റെ ആൻസർ കീ വന്നു അതിന് ശേഷം സ്കോർ ചെക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എൻട്രൻസ് എക്സാം ആയിട്ട് പുതിയതായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇനി പറ്റുന്നത് ആകെ പിജിമർ ചണ്ഡീഗഡിന് മാത്രമാണ്. പിജിമർ ചണ്ഡീഗഡിന്റെ ബി.എസ്.സി നഴ്സിംഗിന്റെ ആപ്ലിക്കേഷൻ അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമാണുള്ളത്. അതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, 30-ാം തീയതി വരെ ഉണ്ടാവും. പക്ഷേ ചണ്ഡീഗഡിൽ പോയി ഡൽഹി പോയി നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിജിമറിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യാം. അതല്ലാത്തവർക്കെല്ലാം ഇനി നീറ്റ് ബേസ്ഡ് ആയിട്ട് എക്സാമുകളൊന്നുമില്ല. ഇനിയുള്ളത് നമ്മുടെ പുതിയതായിട്ട് എക്സാം രജിസ്ട്രേഷൻ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ എക്സാംസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. എക്സാംസിന്റെ ബേസിൽ കോഴ്സുകൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റിന്റെ ബേസിൽ നമുക്ക് നിലവിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് MCC കൗൺസിലിംഗ് ആണ്. MCC കൗൺസിലിംഗിൽ MBBS, BDS, B.Sc നഴ്സിംഗ് സെലക്ടഡ് കോളേജസിൽ ഇത്രയുമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് തന്നെ ഇന്ത്യയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലേക്കും അതേപോലെ തന്നെ ഡീംഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല നിങ്ങൾക്ക് MCC കൗൺസിലിംഗ് അല്ലാതെ ആയുഷ് കൗൺസിലിംഗ് വഴി BAMS, BHMS, BSMS, BUMS ഈ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ വെറ്റിനറി കൗൺസിലിംഗ് വഴി BVSC ആൻഡ് AH എന്ന് പറഞ്ഞ കോഴ്സിലേക്കും അപ്ലൈ ചെയ്യാം. ഇതല്ലാതെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസ് ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് നീറ്റിന്റെ സ്കോർ ജിപ്മറിന്റെ വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം BSc നഴ്സിംഗും അവിടുത്തെ പാരാമെഡിക്കൽ കോഴ്സസിലേക്കും നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നീറ്റിന്റെ സ്കോർ വഴി ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത്.